ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 45 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാ 84.70 ആണ്. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് 85.40 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ സ്കൂളിലേക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനും പോകുന്നുണ്ട് കേട്ടോ. സാധാരണ സുജിയാണ് മക്കളെ ഡ്രോപ്പ് ചെയ്യാറ്. സുജി ഇല്ലാത്തപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ മക്കളെ ഡ്രോപ്പ് ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ സുജിൻ്റെ കൂടെ ഞാനും പോകുന്നുണ്ട്. മക്കളങ്ങോട്ട് സ്കൂളിലാക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടാളും അങ്ങനെ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും കേട്ടോ. പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിപ്പിച്ച് ഞാൻ മക്കൾക്കുള്ള ലഞ്ച് ബോക്സിലും ആക്കി കൊടുത്തിട്ടാണ് വിടുന്നത്. ഇത് പക്ഷേ ഫുഡ് വീട്ടിലുണ്ടാക്കാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, അങ്ങനെ ഒരു രസത്തിന് വേണ്ടിയിട്ട്. എന്നാലും കുറച്ച് നല്ല രീതിയിൽ ഒരു ഒരു ടൈം കിട്ടുമല്ലോ. അങ്ങനെ എന്താ പറയുക, കുറച്ച് സംസാരിച്ചിരിക്കാം, അങ്ങനെയൊക്കെ കുറച്ച് സുജിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഫുൾ ടൈം സുജി ഫോണിലോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കാണ് പുള്ളി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിലായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കളെ സ്കൂളിലേക്ക് ഇറക്കിയതിന് ശേഷം ഞാൻ ആദ്യം ബാക്കിൽ ഇരുന്നിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ മാത്രം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ, അത് ഞാൻ വിട്ടുകൊടുക്കൂല. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ പാരഗണിലേക്കാണ് പോയത്. സാധാരണ അധികം ഞങ്ങൾ സുപ്രഭാതം ഹോട്ടലിലേക്കാണ് പോകാറുള്ളത് മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ വെച്ചു പാരഗണിലാണ് പോയത്. അപ്പോൾ പാരഗണിന് ഞാൻ ഫിഷ് കറി, ഐക്കോറ ഫിഷ് കറി മുളകിട്ടതും വെള്ളപ്പുമാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ഒരു വെള്ളപ്പും ഈ കറി ആയിട്ട് ഒരു പീസ് കറിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സുജി രാവിലെ തന്നെ അങ്ങനെ ഫിഷ് കഴിക്കില്ല, അപ്പോൾ അതിൻ്റെ കറി കൂട്ടി സുജി കഴിക്കും. ഞാനതിൻ്റെ ഫിഷ് എടുത്തിട്ട് അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. ഒരു വെള്ളയപ്പും ഫിഷ് കറി ആണ് ഞാൻ രാവിലെ കഴിച്ചത് കേട്ടോ. ഞാൻ ചായ കുടിച്ചിട്ടില്ല. സുജി ചായയും കുടിച്ചു, ഒരു വെള്ളപ്പവും കഴിച്ചു കേട്ടോ. ഞാനിപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിലും മാക്സിമം ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചിലപ്പോൾ കഴിക്കാൻ തോന്നുമല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അതാ വീട്ടിലേക്ക് മമ്മിക്കും ചേച്ചിക്കൊക്കെ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ വീട്ടിലെത്തിയ ഉടനെ പിന്നെ സുജി ഓഫീസിലേക്ക് കുളിച്ച് ഡ്രസ്സ് മാറി ഇറങ്ങി. അപ്പോൾ ഞാനും കൂടെ ഇറങ്ങി എന്നെ സൂംബയിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ സൂംബ വർക്കൗട്ടും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ടോട്ടോ വെയിറ്റ് ചെയ്യാൻ കേട്ടോ, ഒന്ന് തുറന്ന് വിട് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ എത്തിയപ്പോൾ എനിക്ക് ഞാൻ സാധാരണ പറയാറുണ്ട്, സൂംബ വർക്കൗട്ട് കഴിഞ്ഞിട്ട് എന്ത് കുഞ്ഞ് വർക്കൗട്ടാണെങ്കിലും കഴിഞ്ഞ് വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാൻ രാവിലെ പാർസൽ വാങ്ങിയ ഒരു വെള്ളപ്പം ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. അപ്പോൾ വീട്ടിലേക്ക് ഫിഷ് കറി അല്ല, മറ്റേ കല്ലുമ്മക്കായൻ്റെ കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിന്ന് ഒരു വെള്ളപ്പവും ഈ കറിയും കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ ഒരു 2:30 മണി ഒക്കെ ആയപ്പോൾ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വാട്ടർമെലൺ കഴിച്ചു. അതായിരുന്നു പിന്നെ കഴിച്ചത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ചെറിയ മോന് അങ്ങനെ കാലിന് വേദന ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് കൊണ്ടുപോകാണ് കേട്ടോ മോനെ. അപ്പോൾ അവനൊരു വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ടാണ് കാലുവേദന വരുന്നത് എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. വന്ന് ഇതാ ട്യൂഷനും ഒക്കെ കഴിഞ്ഞ് അവരെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അവർ ഫോൺ കണ്ട് അവരുടേതായിട്ടുള്ള ലോകത്താണ് കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വിശപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഫുഡ് ഇങ്ങനെ എൻ്റെ വായയിലേക്ക് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിതാ ഞാൻ ഈവനിങ് ഇതാണ് കഴിക്കുന്നത്, കെലോഗ്സ് മ്യൂസ്ലി ഇല്ലേ, അതാണ്. അപ്പോൾ അതിലാകുമ്പോൾ കോൺഫ്ലെക്സ് പോലെ അതും ഉണ്ടാകും, പിന്നെ സീഡ്സ്, നട്ട്സ്, പിന്നെ പപ്പായൻ്റെ പീസസ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പാലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായത് അപ്പോൾ തന്നെ അങ്ങോട്ട് തുടച്ചു വിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കഴിക്കുന്നത്, കുറച്ചേ ഉള്ളൂ. ഞാൻ തണുത്ത പാലിലാണ് കേട്ടോ ഇത് കഴിക്കൽ. ഞാൻ ഇതങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തണുത്ത പാലിലാണ് കഴിക്കുക, എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് കഴിച്ചിട്ട് എനിക്ക് എന്തോ ഒരു സംതിങ് കുറവ്, അങ്ങോട്ട് ഒരു ഫുൾഫിൽ ആവാത്തൊരു പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതൊരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചപ്പോൾ. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഞാൻ ഇന്നത്തെ കഴിപ്പ് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നിതൊക്കെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ആ സൂചിയൊക്കെ വന്നു, ഇനി കിടക്കാൻ പോവാണ്. ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.